തിരുവനന്തപുരം ധനുവച്ചപുരത്ത് തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായ യുവാവ് ദുരിതത്തിൽ. വഴുതോട് കോണം സ്വദേശി അജീഷിന്റെ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സുമനസുകളുടെ സഹായം പ്രതീക്ഷിച്ച് കഴിയുകയാണ് ഈ കുടുംബം. 13 വർഷമായി ധനുവച്ചപുരം വഴുതോട്ടുകോണം സ്വദേശി അജീഷ് ഈ അവസ്ഥയിലാണ്. 2011 16-ാം തീയതി 12:30 മണിക്ക് തെങ്ങേറാൻ പോയപ്പോഴും തെങ്ങിന്ന് വീണ് അരയ്ക്കപ്പെടുത്തളന്ന് ചികിത്സകൾ ചെയ്തു. ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 10-17 ഓപ്ഷനായി നടക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്ന് പോലും കഴിക്കാനോ വീട്ടു ചെലവിനോ ഒന്നിനും സാമ്പത്തികം ഇല്ലാതെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. 2013 മുതൽ സുമനസുകളുടെ കരുണയിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. തുടർ ചികിത്സയ്ക്ക് പോലും നിവൃത്തിയില്ല. ഞാൻ വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പോയിരുന്നു. കിട്ടുന്ന പൈസ അത് ഭിക്ഷാടനം പോലെയാണ്. ഇത് കിട്ടുന്ന സമ്പാദ്യമാണ് മരുന്ന് ചിലവിനും വീട്ടു ചിലവിനും എല്ലാത്തിനും ഉപകാരപ്പെടുന്നത്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ചർച്ചകളിൽ പോയിരുന്ന് കിട്ടുന്ന സമ്പാദ്യമാണ്. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയാലേ അജീഷിന് എഴുന്നേറ്റിരിക്കാനാകൂ. ഇനി ഒരു 2-3 ഓപ്പറേഷനുകളുണ്ട്. ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എഴുച്ചിരുന്ന് എൻ്റെ എന്തെങ്കിലും ചെറിയൊരു ജോലിയും ചെയ്ത് ജീവിക്കാൻ പറ്റും. അതൊരു വലിയൊരു ഭാരിച്ച തുക വേണ്ടി വരും. അതിനെ കണ്ടെത്താൻ വഴിയില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടാണ്. താമസിക്കുന്ന വീട് ജപ്തി ഭീഷണിയിലാണ്. 13 വർഷങ്ങൾക്കിപ്പുറവും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സന്മനസ്സുള്ളവരുടെ സഹായത്തിലൂടെ പുതിയ ജീവിതം പടുത്തുയർത്താമെന്ന പ്രതീക്ഷയിൽ. പിന്നെ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയത് അത് ജപ്തി ഇതാണ്. ഇപ്പോഴാണ് ഇറക്കി വിടണമെന്ന് അറിയാൻ പറ്റില്ല. അതിനും വലിയ പൈസ അടയ്ക്കണം. പഞ്ചാബ് ബാങ്കിൽ നിന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.